നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം. പ്രശാന്ത്, വീണ വിജയൻ വീണ്ടും കുരുക്കിലേക്ക് പോകുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു കേസ് ഉണ്ടായിരുന്നു, അത് CBI അന്വേഷണം, ED അന്വേഷണം, SFI അന്വേഷണം, എല്ലാ അന്വേഷണങ്ങളും നിർത്തണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ശശിധരൻ കർത്ത, CMRL MD ശശിധരൻ കർത്ത കോടതിയിലേക്ക് പോയത്. എന്നാൽ EDക്കും SFIക്കും അന്വേഷണം തുടരാം എന്ന് കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്, കേരള ഹൈക്കോടതി. അപ്പോൾ അത് നമുക്ക് മനസ്സിലാവുന്നത് വീണ വിജയൻ വീണ്ടും കുരുക്ക് മുറുകുന്നു എന്നാണോ? അത് നമുക്കിപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ CMRLന്റെ MD ശ്രീമാൻ ശശിധരൻ കർത്ത തനിക്കെതിരെയുള്ള അന്വേഷണം, അതായത് CMRL എന്ന കമ്പനി എക്സാലോജിക് എന്ന കമ്പനിക്ക്, അതായത് നമ്മുടെ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ ശ്രീ പിണറായി വിജയന്റെ മകൾ നടത്തിയിരുന്ന കമ്പനി, നിലവിൽ ആ കമ്പനി ഇല്ല, അത് സ്ക്വാഷ് ചെയ്തിരിക്കുകയാണ്. ആ കമ്പനി ബാംഗ്ലൂരിൽ രജിസ്റ്റർ ചെയ്ത എക്സാലോജിക് എന്ന് പറയുന്ന ആ കമ്പനിക്ക് 1.72 കോടി രൂപ കൈമാറി. അത് പല ഘട്ടങ്ങളിലായിട്ടൊക്കെയാണ് കൈമാറിയിരിക്കുന്നത്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകണമെന്നില്ല. പക്ഷേ ഈ 1.72 കോടി രൂപ കൈമാറിയത് എന്തിനാണ്? ഈ ചോദ്യത്തിന് ഉത്തരം CMRL പറയുന്നത്, ഞങ്ങളുടെ സോഫ്റ്റ്വെയറുകൾക്ക്, അതായത് ഈ മൈക്രോസോഫ്റ്റിന്റെ ഓഫീസ്, മൈക്രോസോഫ്റ്റ് എക്സൽ, ഇങ്ങനെയൊക്കെയുള്ള വിവിധ വേർഡ്, പിന്നെ ഇങ്ങനെയൊക്കെയുള്ള ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ്, ഇതിന്റെ ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്ട് AMC ഇനത്തിലാണ് ഞങ്ങൾ ഈ 1.72 കോടി രൂപ കൈമാറിയത് എന്നാണ് പറയുന്നത്. ഇത് വളരെ നിസ്സാരമായിട്ട് AMC എടുക്കുന്ന ഒരു പ്രക്രിയയാണ്. പക്ഷെ അതിപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല. അവരെ കമ്പനി ഞങ്ങൾ ഇത്ര രൂപയ്ക്ക് AMC കൊടുത്തു എന്ന് പറഞ്ഞാൽ അത് കൊടുക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. പക്ഷേ അവിടെ ഉയർന്ന ഒരു സംശയം, ഇതൊരു കള്ളപ്പണം വെളുപ്പിക്കൽ ഇടപാടാണോ എന്നുള്ളതാണ്. അതായത് ഏതോ തരത്തിൽ ഈ എക്സാലോജിക് സൊല്യൂഷൻസിന് ഈ പണം കൈമാറുമ്പോൾ അത് നിയമവിധേയമാക്കുന്നു, നിയമവിരുദ്ധമല്ല. അതായത് ഇപ്പോൾ ഒരാൾ വെറുതെ കുറെ പണം മറ്റൊരാൾക്ക് കൊടുക്കുകയാണ്, നിങ്ങൾ എന്തിനാ ഈ പണം കൊടുത്തത്? ഒരു കാരണം വേണ്ടേ? അതെ. അപ്പോൾ ഇവിടെ ഒരു കാരണം സൃഷ്ടിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതാണ് ED അന്വേഷിക്കുന്നത്. ഇപ്പം നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട് ED സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ്, അവരുടെ അന്വേഷണം നടക്കുന്നുണ്ട്. അതിൻ്റെ ചില കേസുകളൊക്കെ ഡൽഹിയിലാണ് നടക്കുന്നത്. അത് തടയണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയൊക്കെ ഡൽഹിയിലാണ് ഫയൽ ചെയ്തത്. അവിടെയും ഒക്കെ സത്യത്തിൽ തിരിച്ചടിയായിരുന്നു. ഇത് എന്തിനാണ് ഈ അന്വേഷണത്തെ ഇവർ ഭയക്കുന്നത്? ഒന്നാമത്തെ ചോദ്യം അതാണ്. ഈ അന്വേഷണത്തെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നതിനാണ്. ഒരു അന്വേഷണം, ഞങ്ങളൊരു സേവനം കൊടുത്തു, അതിന് പണം വാങ്ങി, അതിൻ്റെ പുറത്ത് അന്വേഷണം നടന്നോട്ടെ. ഞങ്ങൾക്ക് ഈ മടിയിൽ കനമില്ലെങ്കിൽ പിന്നെ വഴിയിൽ ഭയക്കുന്നത് എന്തിന്? അപ്പോൾ അത് ശ്രീ പിണറായി വിജയൻ ചോദിച്ച അതേ ചോദ്യമാണ് നമുക്കും ഇവിടെ ചോദിക്കാനുള്ളത്. മടിയിൽ കനമില്ലെങ്കിൽ പിന്നെ നിങ്ങൾ ആരെയാ ഭയക്കുന്നത്? നിങ്ങൾക്ക് ആരെയും ഭയപ്പെടേണ്ട കാര്യം. ശശിധരൻ കർത്തയോട് അത് ചോദിച്ചില്ല. ശശിധരൻ കർത്തയോട് ചോദിച്ചിട്ടില്ല, മകളോടും ചോദിച്ചില്ല. മകളെ അന്വേഷണം നടക്കട്ടെ, പേടിക്കാനൊന്നും കോടതിയില് അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലത്തൊന്നും ഇതുവരാരും മിണ്ടിയിട്ടുമില്ല. അപ്പോൾ സേവനം കൊടുത്തു, അതിന് പണം കിട്ടി. ഈ പണം കിട്ടിയ വകുപ്പ്, ഇത് അതിൻ്റെ പുറകിൽ ചില ദുരൂഹതകളുണ്ട് എന്നാണ് ED പറയുന്നത്. ഇത് നമ്മളാരും പറയുന്നതല്ല. ഇത് ഈ ഏജൻസികളാണ് ഇത് പൊക്കിക്കൊണ്ടുവന്നത്. ഇതിൻ്റെ പുറത്ത് പരാതികളുണ്ടായി. ആ സംശയം വന്നപ്പോൾ പരാതികൾ BJP നേതാവായ ഷോൺ ജോർജ് ആണ് SFI അന്വേഷണത്തിന് വേണ്ടി കോടതിയെ സമീപിച്ചത്. അതൊക്കെ അതിൻ്റെ മുറ പോലെ നടക്കുന്നുണ്ട്. നേരത്തെ ഇത് സംബന്ധിച്ച് ED, അതായത് ഈ 1.27 കോടി രൂപ കൈമാറിയത് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരമാണ് ED അന്വേഷിക്കുന്നത്, ചാർജ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ചാർജ് നിൽക്കില്ല എന്ന് പറഞ്ഞാണ് CMRLന്റെ MD കോടതിയെ, അതായത് ആദായ നികുതി വകുപ്പിന്റെ ഇന്റർ സെറ്റിൽമെന്റ് ബോർഡ് സെറ്റിൽ ചെയ്തതാണ്. ഈ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് സെറ്റിൽ ചെയ്ത ഒരു കേസിൽ പിന്നെ എന്തിനാണ് ഈ കൺഫ്യൂഷൻ? അതൊരു ജനങ്ങൾക്കൊരു സംശയം വരുന്നതുകൊണ്ട് പറയാണ്. ഇന്റർ സെറ്റിൽമെന്റ് ബോർഡ്, ആദായ നികുതി വകുപ്പിന്റെ ഇന്റർ സെറ്റിൽമെന്റ് ബോർഡ് പരിഗണിക്കുന്നത് എന്തെങ്കിലും തരത്തിലുള്ള നികുതിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തട്ടിപ്പുണ്ടെങ്കിൽ അത് അതിന്റെ അടയ്ക്കാനുണ്ടെങ്കിൽ അത് അടച്ച് സെറ്റിൽ ചെയ്യുക, അതിലെ പരാതികൾ അടച്ച് സെറ്റിൽ ചെയ്യുക. നികുതി ഇട്ടത് കൂടി പോയതോ കുറഞ്ഞു പോയതോ അതിലുള്ള അങ്ങനെയൊക്കെയാണ്. അത് ഈ കേസുമായി ഒരു ബന്ധമില്ല. കേസ് രണ്ടുമായിട്ട് ഒരു ബന്ധമില്ല. അപ്പോൾ അതാണ് ED അന്വേഷിക്കുന്നത്. ED അത് ചാർജ് ചെയ്തെങ്കിൽ മാസപ്പടി എന്തിനു കൊടുത്തു എന്നുള്ള കാര്യം അല്ല, ഞാൻ അതിനെ മാസപ്പടി എന്നൊന്നും പറഞ്ഞ് പോകുന്നില്ല.
ഈ പണം നമുക്ക് ഇപ്പോൾ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു അന്വേഷണ ഏജൻസിയും ഇത് മാസപ്പടിയാണെന്ന് പറഞ്ഞിട്ടില്ല. ഇത് വളരെ കൃത്യമായിട്ട് ഇതിൻ്റെ പുറത്ത് ഈ കള്ളപ്പണം വെളുപ്പിക്കലാണോ നടന്നിരിക്കുന്നത്. അതായത് എക്സാലോജി കമ്പനിക്ക് 1.72 കോടി രൂപ ആരോ നിയമവിധേയമാക്കി ആരോ കൊടുത്തത് ഇവരെ നിയമവിധേയമാക്കി കൊടുത്തിരിക്കുന്നു. അതിൻ്റെ പുറകിലെ ദുരൂഹതയാണ് നീങ്ങേണ്ടത്. അതാണ് ഇവിടെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കേസിൽ തുടക്കത്തിൽ ഈ CMRLൻ്റെ ആൾക്കാർ ചില ഉയർന്ന ഉദ്യോഗസ്ഥരെ, അവരുടെ കമ്പനിയിലുള്ള ഉയർന്ന ഉദ്യോഗസ്ഥരെ പിന്നെ ചോദ്യം ചെയ്യാൻ ED വന്നപ്പോൾ അതിന് തടസ്സം പറഞ്ഞുകൊണ്ട് കോടതിയെ സമീപിച്ചിരുന്നു. കോടതി അത് താൽക്കാലികമായിട്ട് തടസ്സം, തൽക്കാലം അവരെ ചോദ്യം ചെയ്യേണ്ട, അവരെ ഉപദ്രവിക്കേണ്ട എന്നൊക്കെയുള്ള രീതിയിലുള്ള ഒരു വിധിയാണ് കോടതി, ഒരു സ്റ്റാൻഡാണ് അന്ന് എടുത്തത്. പക്ഷേ ഇപ്പോൾ ഇത് EDക്ക് അന്വേഷിക്കാം എന്ന് കേരള ഹൈക്കോടതി പറയുന്നതിലോടുകൂടി അതെല്ലാം ഒളിഞ്ഞു പാളീസായിപ്പോയി. ഈ കേസിൽ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടക്കുമെന്ന് മാത്രമല്ല, EDക്ക് ആരെല്ലാം ചോദ്യം ചെയ്യേണ്ടതുണ്ടോ അവരെല്ലാം ചോദ്യം ചെയ്യാൻ. അതായത് ED SFIO സ്വാഭാവികമാണ്. ഞാൻ പറഞ്ഞത് ED പവർഫുള്ളായ ഒരു ഏജൻസിയാണ്. കാരണം ഇന്ത്യക്ക് പുറത്തു പോയി അന്വേഷിക്കാനുള്ള അധികാരമുള്ള ഒരു ഏജൻസിയാണ്, നമ്മുടെ NIA പോലെ തന്നെ. അപ്പോൾ EDക്ക് ഇവിടെ ഒന്നാമത്തെ കാര്യം, ഈ CMRLൻ്റെ MD സ്വാഭാവികമായിട്ടും അല്ലെങ്കിൽ MDയോ ജനറൽ മാനേജറോ ആരാണോ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യേണ്ടത് ആളിനെ ചോദ്യം ചെയ്യും. 2, എക്സാലോജിക്ക് എന്നൊരു കമ്പനി ഇന്നില്ല, അത് വൈൻഡപ്പ് ചെയ്ത് കളഞ്ഞു. പക്ഷേ ആ കമ്പനിയുടെ അന്നത്തെ MDയെ ഈ 1.72 കോടി രൂപ കൈനീട്ടി വാങ്ങിച്ച ഒരു കടലാസ് കമ്പനിയായിരുന്നു എന്നാ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും ഇത് കള്ളപ്പണം വെളുപ്പിക്കാൻ തന്നെ ഉണ്ടാക്കിയ ഒരു കമ്പനിയാണെന്ന് വേണം അനുമാനിക്കാൻ. അങ്ങനെ അല്ലെങ്കിൽ ഇത്രയും വലിയ പ്രശ്നം ആക്ഷേപം ധാരാളം, അല്ലെങ്കിൽ ഇത് പൂട്ടിക്കിട്ടേണ്ട കാര്യമില്ലല്ലോ, കമ്പനി നടത്തിക്കൊണ്ട് പോകുമല്ലോ. മാത്രമല്ല അത് വമ്പൻ ലാഭത്തിൽ പൊക്കൊണ്ടിരുന്ന കമ്പനി എന്ന് പറഞ്ഞ വമ്പൻ ലാഭത്തിൽ പൊക്കൊണ്ടിരുന്ന കമ്പനി എന്ന് മാത്രമല്ല ശ്രീലി, അതിനകത്ത് മറ്റൊരു ചതി കൂടി നടന്നിട്ടുണ്ട്. അതായത് ഈ CMRLൻ്റെ ഒരു സഹോദര സ്ഥാപനമുണ്ട്, അവിടെ നിന്ന് ഇവർ വലിയൊരു തുക, അതായത് 1 കോടിക്ക് മേളിലുള്ള തുക കടം വാങ്ങിയിട്ടുണ്ട് എക്സാലോജിക്ക്. ഈ കടം വാങ്ങിയത് മറച്ചു വെച്ചുകൊണ്ടാണ് കമ്പനി നഷ്ടത്തിലാണെന്ന് പറഞ്ഞ് കർണാടക സർക്കാരിന് ഒരു ആപ്ലിക്കേഷൻ കൊടുത്ത് ഇതിനെ വൈൻഡപ്പ് ചെയ്തത്. അതിന്റെ പേരിൽ കർണാടക സർക്കാർ ഒരു കേസ് എടുത്തിട്ടുണ്ട്. ആ കേസ്, അങ്ങനൊരു കേസ് എടുക്കാതിരിക്കാൻ വേണ്ടി കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ പുറത്ത് ഭയങ്കര സമ്മർദ്ദവും ഒക്കെ വന്നതാണ് എന്ന് കേൾക്കുന്നുണ്ട്. ഇത് സംബന്ധിച്ച് ചില വാർത്തകളും ഒക്കെ പുറത്തു വന്നിരുന്നു. പക്ഷേ കർണാടക സർക്കാർ അക്കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്തില്ല. അവർ അതിശക്തമായ നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോയി. അതിനകത്തുള്ള രാഷ്ട്രീയമൊക്കെ നമുക്ക് മാറ്റിവെക്കാം. കാരണം ഇതൊക്കെ നാളെ കോടതിയിൽ വരുമ്പോഴേ താൻ എന്തുകൊണ്ട് അന്ന് കേസ് രജിസ്റ്റർ ചെയ്തില്ല എന്ന് കോടതി ചോദിക്കും. ഇതിന് സമാധാനം പറയണം. ഏത് വലിയ ഉയർന്ന ഉദ്യോഗസ്ഥനാണെങ്കിലും അന്ന് മന്ത്രി പറഞ്ഞു അതുകൊണ്ട് ഞാൻ ചെയ്തില്ല എന്ന് പറഞ്ഞാൽ പണി പാളെ കെട്ടിക്കിട്ടും, വീട്ടിൽ ഇരിക്കാം, 5 പൈസ പെൻഷൻ കിട്ടത്തില്ല, ഒരു ആനുകൂല്യവും കിട്ടില്ല. അതുകൊണ്ട് ഉദ്യോഗസ്ഥന്മാർ അങ്ങനത്തെ തരവഴിത്തരമൊന്നും കാണിക്കത്തില്ല. അവർ വളരെ കൃത്യമായിട്ട് അവർ രജിസ്റ്റർ ചെയ്തെങ്കിലും ഇടും, അന്വേഷിക്കൂല, പക്ഷേ രജിസ്റ്റർ ചെയ്തെങ്കിലും ഇടും. അതുകൊണ്ട് ഈ കേസ് ഈ കേസ് രജിസ്റ്റർ ചെയ്തത് തന്നെ അന്യായമാണ്, ഇത് അനീതിയാണെന്നും പറഞ്ഞ് എന്തേ കോടതി പോകാൻ പറ്റില്ല. കാരണം കോടതിക്ക് വളരെ കൃത്യമായിട്ട് കോടതിയുടെ മുമ്പിലെത്തിയത് കൂടുതൽ സങ്കീർണമാകും. ഒരു കമ്പനി കടം വാങ്ങിയിട്ട് ഒരു സ്ഥാപനത്തിൽ നിന്ന് പണം കടം വാങ്ങിയിട്ട് സർക്കാരിനോട് പറയുകയാണ് ഞങ്ങൾ നഷ്ടത്തിലാണ്, വേറെ നിവൃത്തിയൊന്നുമില്ല, അതുകൊണ്ട് കമ്പനി സ്ക്വാഷ് ചെയ്യണം, വൈൻഡപ്പ് ചെയ്യണം എന്ന് പറഞ്ഞ് ഡിസോൾവ് ചെയ്യണം എന്ന് പറഞ്ഞൊരു അപേക്ഷ കൊടുത്തു. അല്ല, കമ്പനിയുടെ ബാലൻസ് ഷീറ്റിൽ നേരത്തെ ലാഭമായിരുന്നു, പെട്ടെന്ന് എങ്ങനെയാണ് അത് കമ്പനി നഷ്ടത്തിലാവുകയും ഒരു ദിവസം ആ ചോദ്യമൊക്കെ വരുന്നു. അത് ആരാ ചോദിക്കേണ്ടത്? ED ആണ് ചോദിക്കേണ്ടത്, നമ്മളല്ല ചോദിക്കേണ്ടത്. അപ്പോൾ ശരിയാണ്, നമ്മൾ ജനങ്ങൾക്ക് വേണ്ടി ഈ ചോദ്യം ജനങ്ങളുടെ മുന്നിൽ വെക്കുന്നു. അപ്പോൾ ഇവിടെ സംഭവിച്ചത് ഇതാണ്. അപ്പോൾ ഒരു ചതിയും കൂടി അതിനകത്ത് നടന്നു, വഞ്ചന കുറ്റവും കൂടി അതിനകത്ത് ഈ വഞ്ചന കുറ്റവും ജാമ്യം കിട്ടാൻ വലിയ പ്രയാസമുള്ള കുറ്റമാണ്. അപ്പോൾ അങ്ങനൊരു കേസ് വേറെ കിടക്കുന്നു. അത് ബാംഗ്ലൂരിൽ കർണാടക സർക്കാർ രജിസ്റ്റർ ചെയ്ത കേസാണ്. അപ്പോൾ ഇവിടെ സ്വാഭാവികമായിട്ട് EDക്ക് ഇനിയിപ്പോൾ തടസ്സങ്ങളൊന്നുമില്ല. ഇനി ഇവർ വേണമെങ്കിൽ ഈ ഹൈക്കോടതിയുടെ വിധി സ്റ്റേ ചെയ്യണമെന്നും പറഞ്ഞ് സുപ്രീം കോടതിയിലൊക്കെ അവർ പോവും, ഉറപ്പാണ്. അത് സംശയമൊന്നുമില്ല, CMRL പോവും എന്നുള്ള കാര്യം തീർച്ചയാണ്. പക്ഷേ ഒരു കാര്യം വ്യക്തമായി, ഒരു ഗ്രൗണ്ടും ഇല്ലാതെ ഹൈക്കോടതി ഇങ്ങനെ പറയുമോ? ഇല്ല. ഹൈക്കോടതിക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു തുമ്പെങ്കിലും മുമ്പിൽ വന്നിരിക്കുന്ന ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കോടതിയിൽ ED സമർപ്പിച്ചിരിക്കുന്ന രേഖകളിൽ ഒരു തരിമ്പെങ്കിലും
സത്യമില്ലെങ്കിൽ കോടതി ഈ കാര്യം എടുത്ത് ചുരുട്ടിക്കൂട്ടി കോടതി കളഞ്ഞേനെ അല്ലേ? അപ്പോൾ ഇത് പ്രഥമ ദൃഷ്ടിയ കഴമ്പുണ്ട്. ED ചൂണ്ടിക്കാട്ടുന്ന കാര്യങ്ങളിൽ കൃത്യമായിട്ടും ദുരൂഹതയുണ്ട്. ഇത് അന്വേഷിച്ചാലല്ലേ അറിയുള്ളൂ. അന്വേഷിച്ച് വരുമ്പോൾ ഇത് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് പരാതിയൊന്നുമില്ല. പക്ഷെ അന്വേഷിക്കണം. അന്വേഷിക്കാതെ ഇത് എഴുതി തള്ളാൻ പറ്റില്ല. അതിപ്പോൾ പിണറായി വിജയൻ സഖാവിൻ്റെ മകളായതുകൊണ്ട് ആ ഇളവൊന്നും കിട്ടില്ല. ഇത് ഇന്ത്യ മഹാരാജ്യമാണ്, നിയമവാഴ്ചയുള്ള ഒരു രാജ്യമാണ്. ഇവിടെ അതൊന്നും നടപ്പില്ല. അതങ്ങ് പള്ളി പറഞ്ഞാൽ മതി, അത് നടക്കുന്നത് കാര്യമില്ല. അപ്പോൾ ഇവിടെ വളരെ കൃത്യമായിട്ട് ഇപ്പോൾ ഇനി EDക്ക് മുന്നോട്ട് പോകാം. അതുപോലെ തന്നെ ഇപ്പോൾ ഇത് ഇനി SFIOയുടെ പരിഗണനയിലിരിക്കുന്ന കേസുകൾ വേറെ ഉണ്ട്. അത് ഈ പറഞ്ഞതുപോലെ അതിൻ്റെ വിധി എന്താണെന്ന് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. അത് ഡൽഹിയിലെ വിവിധ കോടതികളിൽ ഇരിക്കുന്ന സംഗതിയാണ്. എന്തായാലും ഈ രണ്ട് കാര്യങ്ങളും ഈ പറഞ്ഞതുപോലെ 1.72 കോടി രൂപ വാങ്ങിയത് എന്തിന് എന്നുള്ള ഉത്തരം കൃത്യമായിട്ട് എക്സാലോജിക്കിൻ്റെ ഉടമസ്ഥയായ വീണ തായ്ക്കണ്ടി അന്വേഷണ ഉദ്യോഗസ്ഥരോട് മറുപടി പറയേണ്ടി വരും. അതൊന്ന്. രണ്ട്, എന്തിനാണ് ലാഭത്തിൽ ഓടിക്കൊണ്ടിരുന്ന കമ്പനി നഷ്ടത്തിലാണെന്ന് നിർത്തിവെച്ചത്? അത് വൈൻഡപ്പ് ചെയ്യാൻ ഇത്രയും രൂപ കടം വാങ്ങിയത്. അപ്പോൾ ഈ കടം വാങ്ങി എന്ന് പറയുന്നത് ഒരു തട്ടിപ്പല്ലേ? അവസാന സെക്കൻഡിലും പൈസ തിരിക്കാനുള്ള അല്ല, ഇവർക്ക് അതാണ് ഞാൻ പറഞ്ഞത്, വേറെ ഏതോ വഴിയിലൂടെ വരാനുള്ള പണം ഇവര് മുഖാന്തരം നിയമവിധേയമാക്കി കൊടുക്കുന്നു. ഇതാണ് അതിനകത്തുള്ള പ്രശ്നം. നിങ്ങളെ എക്സാലോജിക്കും CMRLും തമ്മിൽ ഒരു സാമ്പത്തിക ഇടപാട് നടന്നു, നിങ്ങൾ സേവനം കൊടുത്തു, അവരതിന് പണം നൽകി, പേയ്മെന്റ് നൽകി. ഇത് ആർക്കാ അക്കാര്യത്തിൽ ഇവിടെ സംശയം? ആർക്കാ അക്കാര്യത്തിൽ ഇടപെടാൻ അവകാശം? ഒന്നുമില്ല, ആർക്കുമില്ല. പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്തപ്പോൾ അതും ഞാൻ പറയട്ടെ, CMRL എന്ന് പറയുന്ന കമ്പനിക്ക് മൊത്തം അവരുടെ ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ എല്ലാ ഇതിൻ്റെയും ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്റ്റ് ഞങ്ങൾ കൊടുത്തു, അത് എക്സാലോജിക്ക് എടുത്തു, അതിൻ്റെ പേയ്മെൻറ്റ് തന്നു എന്ന് പറഞ്ഞാൽ കേൾക്കാനൊരു രസമുണ്ട്, ഒരു ലോജിക്കുണ്ട് അല്ലേ? ഇത് മറ്റേ മൈക്രോസോഫ്റ്റ് ഓഫീസ്, മൈക്രോസോഫ്റ്റ് വേർഡ്, എക്സൽ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ഇത്രയും രൂപ വാങ്ങി എന്ന് പറഞ്ഞപ്പോഴാണ് അരിയാഹാരം കഴിക്കുന്നവർക്കെല്ലാം കമ്പ്യൂട്ടർ ശരിക്കും പഠിച്ചിട്ടില്ലെന്ന് തോന്നുന്നു കേട്ടോ. പഴയ DYFIയുടെ കമ്പ്യൂട്ടർ ബഹിഷ്കരണമായിരുന്നു തോന്നുന്നു. കാരണം അരിയാഹാരം കഴിക്കുന്നവർക്ക് ദഹിക്കാതെ വന്നത് അവിടെയാണ്. ഈ വീണ് എവിടെയോ പോയി MCA ഒക്കെ ചെയ്തതല്ലേ? അതെ. ഈ മൈക്രോസോഫ്റ്റ് വേർഡിനൊന്നും ഇതിന് മാത്രം ചെലവില്ലെന്ന് മനസ്സിലായി. കോളേജിലെ കോളേജിലെ പഠിച്ചതൊക്കെ. അപ്പോൾ ഇവിടെ ഈ പറഞ്ഞതുപോലെ നമുക്കിതിനകത്ത് നമുക്കാർക്കും ഇക്കാര്യത്തിൽ ഒരു നിർബന്ധവും ഇല്ല. പക്ഷെ പറയുന്നതിനകത്ത് കുറച്ചെങ്കിലും യുക്തി വേണം. ഈ കള്ളം പറയുമ്പോൾ കള്ളമെങ്കിലും വൃത്തിയായിട്ട് പറയണ്ടേ അല്ലേ? അത് ഒരു തെളിവ് എപ്പോഴും, ഒരു കുറ്റവാളിയുടെ ഒരു തെളിവ് എപ്പോഴും അവശേഷിച്ചാണെന്നാണ് ഞാൻ പറയണ. അതെല്ലാം നമുക്ക് മനസ്സിലാക്കാം. ഇത് ഇത്രയും വലിയ മണ്ടത്തരം പറഞ്ഞ് ഇങ്ങനെ ഒരു കേസ് ഉണ്ടാക്കിയെടുത്തവരെ സമ്മതിക്കണം. അവരുടെ ബുദ്ധി അപാരം. അപ്പോൾ അതൊന്ന്. രണ്ട്, ഈ ബാംഗ്ലൂരുള്ള കേസ് ഇതെല്ലാം കണക്റ്റഡാണ്. അപ്പോൾ ഇനിയിപ്പോൾ EDക്ക് സ്വതന്ത്രമായിട്ട് അന്വേഷിക്കാം. ഈ ഉദ്യോഗസ്ഥരുടെ കാര്യത്തിലും ഒന്നും വിഷയം വരുന്നില്ല. ഈ എക്സാലോജിക്കിൻ്റെയും വീണയുടെ അഡ്രസ്സൊക്കെ കൊടുത്തിരിക്കുന്ന തിരുവനന്തപുരത്തെ AKG സെൻ്ററാണ്. അപ്പോൾ ഇത് അന്വേഷണം ഇവിടം കൊണ്ടൊന്നും തീരൂല. ഇത് AKG സെൻ്ററിലേക്ക് വരും ഈ അന്വേഷണം. അപ്പോൾ അത് എന്തായാലും ഇനി പഴയ പോലെ ഭരണത്തിലിരിക്കുന്നതിൻ്റെ മികവൊന്നും ഇനി കിട്ടില്ല. അതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ അവിടെ ഇരുന്നുകൊണ്ട് വിരട്ടി മറ്റേ മമത അവിടെ കൊൽക്കട്ടയിൽ നടത്തിയ നാടകം ഉണ്ടല്ലോ, അഭ്യാസം ഉണ്ടല്ലോ, ഐപാക്കിന്റെ ഓഫീസ് റെയ്ഡ് ചെയ്യാൻ വന്നപ്പോൾ കാണിച്ച തിമിര്, അതുപോലെ ഒന്നും ഇനി നടക്കില്ല. അതിവിടെയും കുറേയൊക്കെ പയറ്റി നോക്കി, പക്ഷെ ഇനി അതൊന്നും നടക്കില്ല. വളരെ കൃത്യമായിട്ട് ഉത്തരം പറയേണ്ടി വരും. നേരെ എന്താ പറയുക, ED ഉദ്യോഗസ്ഥർ വീണ തായ്ക്കണ്ടിയെ ഉൾപ്പെടെയുള്ളവരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചേക്കും. ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നതിൽ അവർക്ക് ഒരു തടസ്സമില്ല. നിങ്ങൾക്ക് ആകെ ചെയ്യാവുന്ന കാര്യം വീണ്ടും കോടതികളെ സമീപിച്ച് ഇത് നീട്ടിക്കൊണ്ടുപോകാം. എത്ര നീട്ടിയാലും അതിനൊക്കെ ഒരു പരിധിയുണ്ട്. അതിനുള്ളിൽ ഈ കേസിൽ കല്ലും നെല്ലും തിരിയും. തീർച്ചയായിട്ടും കുറ്റം ചെയ്തവരുണ്ടെങ്കിൽ, നമ്മൾ അങ്ങനെ പറയുന്നുള്ളൂ, നമ്മളിവിടെ ആരെയും കുറ്റവാളിയാണെന്ന് വിധിക്കാൻ നമ്മൾ ജഡ്ജിമാരൊന്നുമല്ല. പക്ഷേ കുറ്റം ചെയ്തവർ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും അതിന് മറുപടി പറയേണ്ടി വരും, വെള്ളം കുടിക്കേണ്ടി വരും എന്നുള്ള കാര്യം തീർച്ചയാണ്.
ഉപ്പ് തിന്നാൽ വെള്ളം വെള്ളം കുടിച്ചേ മതിയാവുള്ളൂ. അതുകൊണ്ട് ED അതിൻ്റെ അന്വേഷണവുമായിട്ട് മുന്നോട്ട് പോകട്ടെ. അന്വേഷണത്തിൻ്റെ ഭാഗമായി പുറത്തു വരുന്ന വിവരങ്ങൾ നമുക്ക് ലഭിക്കുമ്പോൾ വീണ്ടും ഈ വിഷയവുമായിട്ട് ചർച്ചയ്ക്ക് നമ്മൾ തീർച്ചയായിട്ടും വരും. എന്തായാലും അതുവരെ വീണ തായ്ക്കണ്ടിക്ക് നല്ല നമസ്കാരം.